ഇതിനപ്പുറം ഒരു സമ്മാനം എനിക്ക് തരാനില്ല. എന്തൊക്കെ തന്നാലും ഇതിനോളം വിലമതിക്കാനുള്ള ഒന്നുമില്ല. കാരണം ഇതൊരു സൃഷ്ടിയാണ്. ഇത് എന്റെ ഭർത്താവ് പണിഞ്ഞതാണ്. 25 വർഷത്തിന്റെ പ്രണയ സമ്മാനം. വാതിൽ തുറന്ന് ഇറങ്ങി വരുമ്പോ ചേട്ടന് കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്ഥാനത്ത് തന്നെ വെച്ച്. ഞാൻ ഇറങ്ങി വരുമ്പം എന്റെ ഭാര്യയെ ഇതുകൂടെ കാണണം. എന്താണ് പ്രണയം എന്നൊക്കെ നിങ്ങളെ കാണുമ്പോഴാണ് തിരിച്ചറിയുന്നത്. ഞാൻ ജീവനോടിരിക്കുന്നിടം വരെയും തനിച്ചാകത്തില്ല. ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ട് ശില്പം പണിഞ്ഞു. ചേച്ചി എന്താണ് ചേട്ടന് കൊടുക്കുന്നത്? ഞാൻ എന്നെ തന്നെ കൊടുത്തിരിക്കുകയല്ലേ, ഇനി അതിലും വലിയൊരു സമ്മാനം എന്തോ എനിക്ക് കൊടുക്കാനുള്ളത്. മോതിരം, താലി, അതൊക്കെ അതേപോലെ തന്നെ ചെയ്തു വെച്ചിരിക്കുകയാണ്. എന്റെ പൊട്ട്, അതിനകത്തൊരു മാറ്റവും ഇല്ല. ശില്പിക്ക് ഇച്ചിരി കൂടെ ആഗ്രഹമൊക്കെ തോന്നി കുറച്ചുകൂടെ അധികം മുടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ലോകത്ത് ഏതെങ്കിലും ഭർത്താക്കന്മാർ ഇങ്ങനെ ഭാര്യയോടുള്ള ഇഷ്ടം കൂടി ശില്പം പണിതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കാണണമെങ്കിൽ കൊല്ലം ചവറയിൽ വന്നാൽ ഇങ്ങനെ ഒരു ശില്പം കാണാം. ചേട്ടൻ പറയുന്നത് ഞാൻ കഥക് തുറന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ എന്റെ ഭാര്യയെ കാണണം. അതാണ് ചേട്ടൻ പറയുന്നത്. അതിനായിട്ടാണ് വാതിലിന് മുമ്പിലായിട്ടാണ് ചേച്ചിയുടെ ശില്പം ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്നത്. ചേട്ടന്റെ പേര് സജയ് എന്നാണ്. ചേട്ടൻ KML ജീവനക്കാരനായിരുന്നു, റിട്ടയർഡ് ആയില്ലേ. രശ്മി സജയ് എന്നാണ് ചേച്ചിയുടെ പേര്. കവി, എഴുത്തുകാരി എല്ലാമാണ്. ഷാജഹാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് പണിക്കാരെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് ചേട്ടൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. 28ാമത്തെ വർഷത്തിലൂടെയുള്ള യാത്രയിലാണ് ഞങ്ങള്. മനസ്സ് ഒരേപോലെ മനസ്സാണെങ്കിലും നമുക്കിപ്പം എന്തില്ലായ്മയിലും ഒന്നിച്ചു നിന്ന നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാം. നമ്മളോട് പിണങ്ങി നിന്ന എല്ലാ ബന്ധുക്കളും ഇന്ന് നമ്മളോട് ഏറ്റവും അധികം ഇണങ്ങി നിൽക്കുകയാണ്. ഒരാൾക്ക് പോലും ഞങ്ങളെ പ്രസന്റ് ചെയ്യുന്നതിന് ഒരു മടിയില്ല. ഞങ്ങള് ഇഷ്ടപ്പെട്ട് ഞങ്ങളായിട്ട് തന്നെ വിവാഹം കഴിച്ചവരാണ്. വീട്ടുകാരുടെ സമ്മതത്തോടോ അറിവോടോ അല്ലാതെ തന്നെ ഞങ്ങൾ വിവാഹം കഴിച്ചവരാണ്. അപ്പൊ ഇന്ന് അവരുടെ മുന്നിൽ ഉയർച്ചയിൽ നിൽക്കുമ്പോൾ നമുക്കും അഭിമാനമുണ്ട്. നമ്മൾ താഴ്ന്നു പോയില്ല. ഭയങ്കര ഇഷ്ടമാണ്. അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് വന്നോണ്ട് ഇഷ്ടം കൂടത്തേ ഉള്ളൂ. ഇതിൽ ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? രണ്ടുപേരും. എന്നും എല്ലാവർക്കും ഒരേ ഒരാളെ മാത്രമേ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാം ഇഷ്ടങ്ങളാണെന്നാണ് അന്ന് ഇന്നും എന്റെ അഭിപ്രായം. എത്ര പേര് വേണമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാം. പക്ഷെ പ്രണയം ഒരാളോട് മാത്രമേ മനസ്സിൽ തോന്നുകയുള്ളൂ. ആ ആൾക്ക് തിരിച്ചും അത് കിട്ടുമ്പോഴാണ് അത് യഥാർത്ഥത്തിലുള്ള പ്രണയമാവുന്നത്.